ரவி என்ன பண்ணுறீங்க? அண்ணா முட்டை ஆம்லேட்டா? அண்ணா சுற்றி சுற்றி போடுங்க ஆம்லேட்டு. என்ன At least he pressure we got photos. ഹലോ 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 Hello. നമസ്കാരം. അതിന് സാർ ഇருக்கு അല്ലേ മൊത്ത സാധനങ്ങൾ എടുത്തു. രൂപേഷ് ഇവിടെ എന്താ ഉണ്ടാക്കണേ? നമ്മളിവിടെ പൊറോട്ട റെഡിയാക്കാണ്. പൊറോട്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളിത് സോഫ്റ്റൻ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊഴിച്ച് സ്റ്റീം ചെയ്ത് സോഫ്റ്റൻ ചെയ്യണം. സോഫ്റ്റൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തോ ചെയ്ത് അവർ അതാണ് അതിൻ്റെ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഒരു തട്ടും ഇതിൽ 2 തട്ടും പൊറോട്ടയുണ്ട്. അപ്പോൾ കോമയ്ക്ക് എത്ര കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്? നമ്മൾ മുട്ട ബിസിനസ്സിലായിരുന്നു, അതിൽ നിന്ന് ഇപ്പം മാറി പൊറോട്ടയിലേക്ക് വന്നതാണ്. ഇതാര് അസിസ്റ്റന്റ് ആണോ? അത് ഇതിവിടെ വഴിപോക്കൻ ഒരു വഴിപോക്കൻ ഇവിടെ സോക്കറി കളിച്ചെടുക്കുന്ന ഒരു ചിക്കനാണ്. അതെ, നമ്മള് പണിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളം എടുക്കാൻ ഇതിനൊക്കെ സഹായത്തിന് നിർത്തിയിരിക്കാണ്. ഫുഡ് എന്തെങ്കിലും കൊടുക്കും. ഒരു ബംഗാളിയാണോ? ബംഗാളിയല്ല, ബംഗാളിയല്ല. വേറെ അപ്പുറത്ത് കുറെ ആൾക്കാരുണ്ട്, വേറെ സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ചോദിച്ചിട്ട് വരാം. അപ്പൊ താങ്ക് യു. മുതലാളി ആരുമില്ല. നേരത്തെ കോമയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? ഇല്ല, ഇങ്ങനെ വരാം, ഫുഡ് അടിക്കുക, എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ചാക്കടയൊക്കെ ഉണ്ട്, എന്തെങ്കിലും പഴംപൊരി, ഉണ്ണിയപ്പം, വട, അതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ. അതൊക്കെ കഴിക്കാം. പിന്നെ വേറെ ഫുഡ് ഉണ്ട്, ഡിന്നർ ഐറ്റം ഒക്കെ. അപ്പൊ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. ചിക്കൻ കറി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഈ സ്റ്റാൻഡിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ പൊറോട്ട സ്റ്റാൻഡാണ്. ഞാൻ രൂപേഷ്, പുള്ളി, ഇങ്ങനെ കുറച്ച് പേരെ ഇവരെല്ലാവരും ഉണ്ട്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കണു, പൊറോട്ട അടിക്കണു, ലൈവായിട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, താങ്ക് യു. പൊറോട്ട കേരളീയരുടെ എന്താ പറയുക, വികാരമാണ്. ഒരു എമോഷൻ. അതിൻ്റെ കൂടെ ബീഫില്ല, ഫ്രൈ ഇല്ല, അതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിക്കുന്നതിൽ ഇവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അതെ. കുഡോസ് ടു വിസിറ്റി റോസം ഫുഡ് വെരി ഗുഡ്. നമ്മുടെ പൊറോട്ട നമ്മുടെ കേരളീയരുടെ മൗലിക അവകാശമാണ്. ചീനയും അറിയാവും, മലബാർ അല്ല ചീനയും അറിയാവും. ഓൾ ക്രെഡിറ്റ് ടു ദിലീപ്. വളരെ അധ്വാനത്തോടുകൂടി ഉയർത്തോടുകൂടി പൊറോട്ട അടിക്കുന്നതാണ്. രാജേഷ്, എന്തെങ്കിലും പറയൂ. നമ്മുടെ വയനാടിന്റെ പൊറോട്ട യാത്ര കഴിക്കണം. കോഴിക്കോട് പൊറോട്ട നമ്മളെ മലബാറിൽ നിന്ന് പുള്ളി ഇറക്കുമതി ചെയ്താണ് എന്നുള്ള കക്ഷിനെ ഇറക്കുമതി ചെയ്ത് നമ്മൾ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ദിലൻ? മലബാറിന്റെ വികാരമാണ്, മലബാറിന്റെ വികാരമാണ് ദിലൻ. പൊറോട്ട മാസ്റ്റർ ഇവിടെ കിട്ടാതെ ആയതുകൊണ്ട് പൊറോട്ട മാസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. കൊളംബസിന് ഭയങ്കര മലബാറിന്റെ പൊറോട്ടയുടെ ക്ഷാമമായതുകൊണ്ട് ചിക്കൻ കറിയും ബീഫും ഉണ്ട്. ചേട്ടാ, ഇവിടെ നമ്മള് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. പ്രീമിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഓവനൊക്കെ റെഡിയാണ്. ഡിമാൻഡ് വരുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യുന്നു, ഇടുന്നു, അപ്പം തന്നെ റെഡി. ഒരു മുട്ട ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? ഒരു മുട്ട ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? വെള്ളം ഒഴിക്കും, വെള്ളം ഫീം വരെ നല്ല ഉറച്ചൊഴിക്കണം. ഇതാണ് മാസ്റ്റർ രൂപേഷ്. പൊറോട്ട നമ്മളെ കുറെ മുട്ടകൾ കഴിച്ചിട്ടുണ്ടാവും. ഇതാ രൂപേഷിന്റെ വക ഒരു ഉഗ്രൻ ഓംലെറ്റ്. വേണോ? അതാ കുറെ മുളകും നമ്മൾ മുളകിടും, പിന്നെ പെപ്പറും സോൾട്ടും ഒന്ന് പൊട്ടെടുത്തു
സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോസസ്സ്. പിന്നെ ആൾക്കാർക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ, ഉള്ളി വേണമെങ്കിൽ ഉള്ളി, അങ്ങനെ ഒരു സൈഡ് റെഡിയായി. നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം. ഇത് കണ്ടോ നമ്മുടെ കോമ പിക്നിക്കിന്റെ ഓർഡേഴ്സ് ഇങ്ങനെ വന്ന് 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 ഭയങ്കര തിരക്കിലാണ്. ക്യാമറമാൻ അധികം സംസാരിക്കാറില്ല. ആൾക്ക് അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും നമ്മൾ കാണിച്ചു തരണോ? സൂപ്പർ. അപ്പോൾ ഞങ്ങളിവിടെ പൊറോട്ട ഉണ്ടാക്കും, ഓംലെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ്. ഓൾ ഇൻ ഓൾ അയ്യരാജ സൂപ്പർ. രൂപേഷ് ഇതാ അതേ രൂപേഷ് പെട്ടിക്കടയിലും വന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നമ്മുടെ സെറ്റപ്പാണ്, കട നമ്മുടെയാണ്. ഇവരൊക്കെ പഠിക്കാനാണ്, ഇതൊക്കെ ക്ലീനേഴ്സ്. കുറെ ആൾക്കാരുണ്ട് അല്ലേ? ഹലോ കണക്കുള്ള ഒരു ടേബിൾ എല്ലാവർക്കും അപ്പൊ അവിടെ തന്നെ കണക്കുള്ള നീ എന്താ ടേബിൾ നിന്റെ ടേബിൾ പിക്ക് ചെയ്തോ, ആ ടേബിൾ നിന്റെയാണ്. ആ ടേബിൾ സർവ്വം പിക്ക് ചെയ്യുന്നതും കൊടുക്കുന്നതെല്ലാം നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പൊ അതിന് പിക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അതെടുത്ത് രൂപീകരിക്കും.